ദുരന്തമുഖങ്ങളിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇന്നലകളിൽ പറഞ്ഞ പച്ച നുണകൾ ചില കാര്യങ്ങൾ പറയിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോ കള്ളാടി തുരങ്കപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പോയ ഒരു ദൃശ്യം നോക്കി. സമാനമായ സാധനം 2022-20 ഉണ്ടായിട്ടാണ്. കൃഷിമന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറും ആ പ്രദേശം കാണാൻ വേണ്ടി ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുണ്ട്. പൊടുന്നനെ എവിടെ നിന്നാണ് ഹെലികോപ്റ്റർ വന്നത്? ഓർമ്മയില്ലേ? കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതേ ഹെലികോപ്റ്റർ പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത സന്ദർഭത്തിൽ ധൂർത്തായിരുന്നു. ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പിണറായി എടുത്ത ഹെലികോപ്റ്ററാണ്. പക്ഷേ ഇന്നിപ്പോ ഇവർ യാത്ര ചെയ്യുമ്പോൾ അത് ധൂർത്തല്ല. ആ ഹെലികോപ്റ്റർ എവിടെ നിന്ന് വന്നോ എന്നോ ഒരു സംശയവുമില്ല. ഇന്നലകളിൽ ഇവർ തന്നെ ഈ നാടിനോട് പറഞ്ഞതാണ്, ഈ ഹെലികോപ്റ്റർ വാടക 2 കോടി രൂപ ചെലവഴിക്കുന്നത് അത് ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിക്കുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് അതേപോലെ ആ ഹെലികോപ്റ്ററിന് പണം കൊടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പോലീസിന്റേതാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നലകളിൽ പിണറായി വിജയൻ ആയിരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു മേനോൻ മുഖ്യമന്ത്രി വന്നപ്പോൾ ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല, പോലീസിന് വേണ്ടിയായിരുന്നു. ഇന്നലകളിൽ അത് പിണറായി വിജയന് എന്ന പേരിലാക്കിയിട്ട് ഇന്ന് അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രചരണമാണെന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ച നുണ പറയാമോ? അങ്ങനെ പറഞ്ഞതിന് ശേഷം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ആ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അത് ഒഴിവാക്കിയിരിക്കുന്നു, അതൊരു ധൂർത്താണ് എന്ന് പറയുന്നതല്ലേ അന്തസ്. പക്ഷെ നോക്കി, അതേ സാധനം അന്ന് പിണറായി വിജയൻ ഒരു ഹെലികോപ്റ്റർ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത തുകയാണ്. അതുകൊണ്ട് 2 കോടി രൂപ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ സേവനം ഈ നാട്ടിൽ ലഭ്യമാക്കിയിരുന്നു. എന്തിനാണ്? അടിയന്തര സാഹചര്യങ്ങൾ വന്നാൽ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ. അന്ന് മുതൽ തുടങ്ങി എത്രയെത്ര അവയവദാനങ്ങൾക്ക് ആ ഹെലികോപ്റ്റർ ഭാഗമായി. അന്നൊക്കെ പിണറായിയുടെ ധൂർത്തിനു വേണ്ടിയാണ്. ഇന്ന് ആ ഹെലികോപ്റ്റർ കേരള പോലീസിന് വേണ്ടി എടുക്കുന്നതാണ്. ആ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. വാർത്തകൾ വരുന്ന 2 വഴികളെ. അതേ ഹെലികോപ്റ്ററിൽ ഇന്നിപ്പോൾ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഒരു വിവാദവുമില്ല. അവർ ഉടനടി അത്തരം സംവിധാനങ്ങളെല്ലാം എത്തിച്ച് ആ പ്രദേശത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ വാഴ്ത്തുപാട്ടുകൾ മനോരമയിൽ വരാം. പക്ഷേ റിയാലിറ്റി എന്താണ്? ഇന്നലകളിൽ ഇവിടെ ഭരിച്ച ഒരു സർക്കാരിന്റെ ദീർഘവീക്ഷണം കാഴ്ചപ്പാട്, അതിന്റെ ഭാഗമായിട്ടാണ് ആ ഹെലികോപ്റ്ററും ഈ നാട്ടിൽ വന്നത്. അന്ന് വ്യാജ വാർത്തകൾ കൊണ്ട് ആ തീരുമാനം പിൻവലിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായിയുടെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി എടുത്ത ഹെലികോപ്റ്റർ എന്ന് പ്രചരിപ്പിച്ചപ്പോഴും ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കൂലി എഴുത്തുകളെ വകവയ്ക്കാതെയും ഇവർ പ്രചരിപ്പിച്ച കള്ളത്തരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെയും ആ ഹെലികോപ്റ്റർ സേവനം ഈ നാടിനു വേണ്ടി നിലനിർത്തി. ആ നിലനിർത്തിയതിന്റെ ഭാഗമായി ഇപ്പോൾ അടിയന്തര സാഹചര്യം വന്നപ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. മനോരമ പറഞ്ഞതിനെ ഏറ്റു പറഞ്ഞവർ അതിൽ കയറിയിരിക്കുമ്പോൾ ഒരു മനസ്താപം ഉണ്ടാകുന്നില്ല. ഇന്നലകളിൽ ഈ സംവിധാനമൊക്കെ ഈ നാടിന്റെ അടിയന്തര സാഹചര്യങ്ങൾക്ക് ആവശ്യമാണെന്ന് ഒരു ഭരണാധികാരി ശക്തമായ തീരുമാനമെടുത്തപ്പോൾ അതിനെ അധിക്ഷേപിച്ചവർക്കും യാതൊരു മിണ്ടാട്ടവുമില്ല. ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തന ശൈലി എന്ന് നാട്ടുകാരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചൂണ്ടിക്കാട്ടിയത്.